ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കല്യാണം പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തലേദിവസം വരെ ഞങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് റിസപ്ഷനും ഹൽദിക്കും വേണ്ടിയുള്ള ഡ്രസ്സ് എടുത്തു. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് സാധനം വാങ്ങിച്ച് മുമ്പേ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ കിടന്ന് ഓടയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ന് പോകുമ്പോൾ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഞാനും അമ്മയും അനിയത്തിയും കൂടിയാണ് പോയത്. അപ്പോൾ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വരില്ല, ഞങ്ങളടുത്ത് പോകാൻ പറയും. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ ആദ്യം കൊല്ലം സുപ്രീമിലാണ് പോയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കവറിങ്ങിൻ്റെ മാലയും വളയൊക്കെ എനിക്ക് അമ്മയ്ക്കും അനിയത്തിക്കും വാങ്ങിക്കണമായിരുന്നു. അതിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതൊക്കെ നോക്കി നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പഴയ രാമചന്ദ്രയിലാണ് പോയത്. ആദ്യം തന്നെ ഞങ്ങൾ പഴയതിലും പുതിയതിലും പിന്നെ അടുത്തുള്ള സൂററ്റിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് ഇറങ്ങുമ്പോൾ അടുത്തൊരു കടയിൽ കയറുമ്പോൾ അതിനേക്കാളും വില കുറച്ച് നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ 3 കടയിൽ ഞങ്ങൾ കയറി കൺഫേം ചെയ്തിട്ടാണ് സാധനമൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ സാധനമൊക്കെ കിട്ടി, എങ്കിലും കുറച്ച് കറങ്ങേണ്ടി വന്നു. നല്ല സമയം എടുത്തിട്ടാണ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഒരു 1:30 ആയപ്പോൾ ഫുഡ് അത്ര കൊള്ളൂലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനുശേഷം വീണ്ടും ഞങ്ങൾ പർച്ചേസിങ് കണ്ടിന്യൂ ചെയ്തു. അച്ഛനും അനിയത്തിക്കും എടുക്കാൻ എളുപ്പമായിരുന്നു. അമ്മയ്ക്കുള്ള സാരി ഞങ്ങൾ വിചാരിച്ച ബഡ്ജറ്റിൽ കിട്ടാനായിരുന്നു പാട്. പിന്നെ അവസാനം ഞങ്ങൾക്ക് സാരിയൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ നേരെ പോയത് കോവളത്തായിരുന്നു. കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോയി. കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ ഒരു റിലേറ്റീവിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഞങ്ങൾക്ക് എളുപ്പം. അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടത്. ഈ ഡ്രസ്സിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കുഞ്ഞമ്മയുടെ മോളും അമ്മൂമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനൊക്കെ പോയി പെണ്ണിനും ചെക്കനെയൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ മാമച്ചിയുടെ വൈഫും അതായത് മാമിയും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഫംഗ്ഷനിലൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ചൊക്കെ കൂടാറ്. അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നതൊക്കെ വളരെ അപൂർവമാണ്. പിന്നെ ഞങ്ങൾ അതിനുശേഷം നോക്കിയപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ചു. അവിടെ തന്നെ കൊടുത്ത ഐസ്ക്രീമൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത്. പിന്നെ രാത്രി തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛൻ ഞങ്ങൾക്ക് ജ്യൂസ് വാങ്ങിച്ചു തന്നു. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും മെറ്റീരിയലൊക്കെ തച്ചതിന് ശേഷം. അപ്പോൾ ബൈ.